ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ഒരു തോരൻ വയ്ക്കാൻ വേണ്ടി അറിയണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ളവർ കാണും, എന്നാൽ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇതൊരു വീഡിയോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇതിൻ്റെ അതിൽ വേരൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്ന് കുറച്ച് മാസങ്ങളുണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് അവസാനം അതൊരു സഹിക്കാൻ വയ്യാതെ മുള വന്നതാണെന്ന് തോന്നുന്നത് കേട്ടോ. അത്രയ്ക്കും ഇതിലൊരു ചെറിയ വേരുണ്ടാവും, വേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കഴിവെടുക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ട് കഴിവെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതി ഭാഗം ഒന്ന് മുറിച്ചെടുക്കുന്നത്. ഇതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന് നടാൻ കേട്ടോ. എന്തായാലും വേര് വന്നിരിക്കണതിൽ ചിലപ്പോൾ പൊടിച്ച് വന്നാലോ എന്ന് വിചാരിച്ച് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് നട്ടെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഈ ചെടിച്ചട്ടി ഞാൻ പണ്ട് റോസ് നട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുട്ടത്തോടും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടാണ് കേട്ടോ ഇത് മണ്ണിങ്ങനെ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ നല്ല മണ്ണ് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഒരു സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെന്തിൻ്റെ അവിടെ അടപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ വലിച്ചെടുത്തത് റോസയുടെ വേരാണ് കേട്ടോ. ഇത് പഴയ ഒരു ചെടിച്ചട്ടിയാണ്, നമ്മുടെ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഈ റോസ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ചെടിച്ചട്ടി നമ്മളല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ 5 രൂപ 10 രൂപേൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിലിങ്ങനെ നട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഉച്ചയായതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചാൽ രാവിലെ ഉച്ചയല്ല, ഒരു രാവിലെ കഴിഞ്ഞിട്ട് നട്ടത് ഒരു 10 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വേറെ 2 ബീട്രൂട്ടും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് നമ്മുടെ തേങ്ങ ചെരുകുന്നത് പോലെ ഈസി ആയിട്ട് ചെരുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടിപ്പെന്ന് പറഞ്ഞത്, ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് അരിയാനും നല്ല ചെറിയ പീസായിട്ടും കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്കിത് നമ്മുടെ തേങ്ങ ചിരണ്ടി എടുക്കത്തില്ലേ, അതുപോലെ ഇതിൽ തന്നെ ചിരണ്ടി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കത് ഫുള്ള്, അതായത് അതിൻ്റെ തോട് മാത്രമേ ബാലൻസ് വരത്തുള്ളൂ. അതിൻ്റെ അകത്തുള്ള നമ്മുടെ തോരനെടുക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഫുള്ളും നമുക്കത് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് ചുരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്ത് തരുന്നത്. അല്ലാതെ അവൾ കുറേ വീഡിയോസ് സാധാരണ രീതിയിൽ അവൾ എടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അതിന് ശേഷം എൻ്റെ അനിയത്തി ഒന്ന് പിടിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലവരത്തെ കാണാൻ പറ്റാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ ചുരണ്ടുന്ന ചിരവയിലിട്ട് നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പ വഴിയാണ് കേട്ടോ. നമുക്ക് ഈ അത്യാവശ്യമായിട്ടൊക്കെ പോകാൻ നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് കുറേ സമയം എടുക്കത്തില്ലേ, ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ട് തേങ്ങ ചിരവുന്ന കണക്ക് ചിരവിയെടുത്താൽ നമ്മൾ നല്ല പൊടി കണക്കെത്താൽ നമ്മുടെ ബീട്രൂട്ടും കിട്ടും, തോരനും വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ ഫൈനലായിട്ട് തിരുവിയത്. അങ്ങനെ നമ്മുടെ 3 പീസ് ഉണ്ടായിരുന്നു. ആ 3 പീസ് ഞാൻ നന്നായിട്ടൊന്ന് ചേങ്ങിയിട്ട് ചെരുവെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് തോനെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് അത്യാവശ്യം കുറേ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇതാണ് നമ്മുടെ ആ ചെരുകി എടുത്തതിൻ്റെ തോട് കേട്ടോ. അപ്പോൾ തോട് മാത്രമേ ഉള്ളൂ, അല്ല ഉണ്ടായിരുന്ന ചത, അതായത് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ഫുള്ളും ഞാൻ അതങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് നമ്മളൊരു തോരത്തിനുള്ള ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് തോരൻ വയ്ക്കണം. ഇപ്പോൾ തോരൻ വയ്ക്കുന്ന വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ.